ഈ കോൺസ്ലേഷൻ എങ്ങനെയാണ്, എവിടെയാണ് നടക്കുന്നത്? ഈ കോൺസ്റ്റലേഷൻ നമ്മൾ നടത്തുന്നത് എനി സ്പേസ്, എവിടെ വേണമെങ്കിലും ക്ലയൻറ്റ് നമ്മളുടെ മുന്നിൽ ഇരിക്കണം എന്ന് ആവശ്യമില്ല. നമുക്കൊരു സ്പേസ് വേണം. അതിനെയാണ് നമ്മൾ മോർഫിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലിയോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഉള്ള അൺറിസോൾവ് ട്രോമാസ് ആൻഡ് റിപ്പീറ്റഡ് പാറ്റേൺസ് ഓർ എനി ബ്ലോക്സ് ഇത് കാണാൻ വേണ്ടി ഒരു ഫീൽഡ്, ഈ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ഒരു സീക്രഡ് ആൻഡ് ഡിവൈൻ സ്പേസ്, അവിടെ ഉള്ള ഒരു കളക്റ്റീവ് മെമ്മറി ആൻഡ് അവിടെ നടക്കുന്ന മൂവ്മെന്റ്സും സെൻസേഷൻസും ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ചെയ്തിട്ടോ നടക്കുന്നതല്ല. അപ്പൊ പിന്നെ എല്ലാ ഗെയിം കളിക്കുമ്പോൾ നമുക്കൊരു ഫീൽഡ് ആവശ്യം. അതേപോലെ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരു ഫീൽഡ് വേണ്ടേ? എവറി ടൈം നമ്മൾ ഈ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എങ്ങനെയാണ് അവരെ എംപ്റ്റി ചെയ്തിട്ട് ഒരു മറ്റൊരാളുടെ പ്രശ്നത്തിന് വേണ്ടി അവരുടെ ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അകത്ത് വരുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വിറ്റ്നസ് ദാറ്റ് ഹാപ്പൻസ്. കാണുന്നവർക്കും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ആ ഫീൽഡിൽ കിട്ടുന്നത് ഒരു ബ്യൂട്ടിഫുൾ വിറ്റ്നസ് ഓഫ് ഈച്ച് വൺ റിസോൾവിങ് ദെയർ ഓൺ ഇഷ്യൂസ് ഓർ കമ്മിങ് ടു അൻ അവയർനെസ്. ഇതാണല്ലേ പ്രശ്നം, ഇതാണല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കിട്ടുന്ന റിയലൈസേഷൻസ് ഒക്കെ കാണുമ്പോൾ ഇറ്റ്സ് വെരി മാജിക്കൽ. ആൻഡ് ഈവൻ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ലൈഫിലും ഇതുകൊണ്ടാണല്ലേ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു റിയലൈസേഷൻ കൂടി ഇതിലുണ്ടാവാറുണ്ട്. പിന്നെ ഈ ഫീൽഡില് ഒരിക്കലും നമ്മൾ ആരുടെടുത്തും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, ലൈക്ക് ബി ഫ്രീ, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളൊരു റെസ്പെക്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ റെസ്പെക്റ്റ് ആണ് നമ്മൾ ഹോണർ ചെയ്യാൻ ഒരു ലീനിയേജും ഒരു ഫാമിലി സിസ്റ്റത്തെയും, അത് ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഒരു റെസ്പെക്റ്റോട് കൂടി ആരും മൊബൈൽ എടുത്തുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. ആൻഡ് അവരുടെ മുന്നത്തെ ഡേയിലുള്ള പ്രശ്നങ്ങളും കൊണ്ടും വരുന്നില്ല. നമ്മളുടെ ഇന്റൻഷൻ ഭയങ്കര ക്ലിയർ ആണ്. ഒരു ഇന്റൻഷൻ ഒരാൾക്ക് വേണ്ടി ഇതാണ്, നിങ്ങൾ ഇവരുടെ അമ്മയായി വെച്ച് കംപ്ലീറ്റ് പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഒരാളുടെ പ്രശ്നം റിസോൾവ് ചെയ്യാൻ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ഇന്റൻഷൻ കൊണ്ട് ചെയ്യുന്നു. The word that you said, presence, absolute presence. Everybody is present so that an issue or a block or a pattern, repeated pattern can be seen first. And the moment you see what is happening, the next thing that comes is acknowledgement. And once the acknowledgement comes, you accept, and then things will move automatically. Exactly.